അടുത്തത് സർ തോമസ് വൈറ്റിൻ്റെ ഫെയർവെൽ ലവ് എന്നുള്ള ഒരു റിനസൻസ് പോയട്രിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അബൌട്ട് ദി ഓതർ, സർ തോമസ് വൈറ്റ് ഒരു കോർട്ടിയർ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു, ആൻഡ് ഹി വാസ് എ പോയിറ്റ് ഇൻ ദ കോർട്ട് ഓഫ് കിങ് ഹെൻറി ദി എയ്ത്ത്. പെട്രാർക്കിയൻ സോണറ്റ് ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ തോമസ് വൈറ്റ് ആണ്. ആൻഡ് ഓൾസോ ഹിസ് വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹ്യൂമനിസം ഉണ്ട്, പിന്നെ ട്യൂഡർ പൊളിറ്റിക്സിൻ്റെ പേഴ്സണൽ ഡേഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദെയർഫോർ ഹി വാസ് വൺസ് ഇംപ്രിസൺഡ് ഇൻ ദ ടവർ ഓഫ് ലണ്ടൻ. തോമസ് വൈറ്റിൻ്റെ പോയിട്രിക്കകത്ത് ലവ്, ഡിസൊല്യൂഷൻമെൻ്റ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്, കോർട്ട്ലി പൊളിറ്റിക്സ് ഉണ്ട്, പാഷനും റീസണും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇദ്ദേഹം പെട്രാർക്കിൻ്റെ സോണറ്റ്സിൻ്റെ ട്രാൻസ്ലേറ്റർ മാത്രമായിരുന്നില്ല, ബട്ട് ഹി വാസ് ഓൾസോ ആൻ ഇന്നോവേറ്റർ ആയിരുന്നു. ആൻഡ് ദെൻ പോം ഇൻ ജനറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെയർവെൽ ലവ് ഒരു സോണറ്റ് ലൈക്ക് പോമാണ്, നോട്ട് സ്ട്രിക്ട്ലി ഇറ്റാലിയൻ സോണറ്റ് അല്ല. ഇവിടെ ഇതിനകത്ത് പറയുന്നത് സ്പീക്കർ എന്ന് പറയുന്നത് പവർ ഓഫ് ക്യൂപ്പിഡ് ഉണ്ടല്ലോ, അതായത് ഗോഡ് ഓഫ് ലവ്, അദ്ദേഹത്തിൻ്റെ പവറിനെ റിനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു റിനസൻസിൻ്റെ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കോർട്ട്ലി ലവ് ട്രഡീഷൻസ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ലവ് ഇസ് പോർട്രേറ്റ് നോട്ട് എസ് എന്താ പറയുക ഒരു പിന്നെ എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പോലെയോ അല്ലെങ്കിൽ കുറച്ച് പാഷനേറ്റ് ആയിട്ടല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്, ലവിനെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഹീ ഈസ് അഡ്രസ്സിങ് ദി ഗോഡ് ഓഫ് ലവ് ക്യൂപ്പിഡ് ഡയറക്റ്റ്ലി ആൻഡ് ട്രീറ്റിംഗ് ഹിം ആസ് എ ടൈറൻറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്, ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരാളായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ആൻഡ് ആ ഒരു ഗോഡിൻ്റെ സർവീസ് കാരണം എന്താണ് ഇയാൾക്ക് ഒരുപാട് റിജക്ഷൻസ് നേരിടുന്നു എന്നാണ് പറയുന്നത്. സോ പിന്നെ അപ്പോൾ ഇതിനകത്ത് തീംസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. സ്റ്റാൻസ ബൈ സ്റ്റാൻസ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇത് റൈം റോയലിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അതായത് 7 ലൈൻ സ്റ്റാൻസാസ് ഇൻ അയംബിക് പെൻഡമീറ്റർ ആണ്. എ ബി എ ബി ബി സി സി അങ്ങനെയാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എ ബി ബി സി സി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻസ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻസ 1 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ക്യൂപ്പിഡിൻ്റെ അടുത്ത് ഫെയർവെൽ പറയുവാണ്, അതായത് അദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുവാണ് ഗോഡ് ഓഫ് ലവിനെ, ഫാൾസ് പ്രോമിസസ് തന്ന് എൻ്റെ ജീവിതം തകർത്തു എന്ന് പറയുവാണ്. ലവ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണെന്നും ലവ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ആണെന്നാണ് തോമസ് വൈറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ വിസ്ഡം അല്ലെങ്കിൽ സെൽഫ് കൺട്രോളിനെയാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ലവിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യങ് ആയിട്ടുള്ള ആളുകളെ ഗള്ളിബിൾ ആക്കി മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലവിനൊരു ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാണ് ലവ് എന്ന് പറയുന്നത്. അത് ചുമ്മാ വെറുതെയാണ്, വേസ്റ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത് ഇയാൾ. പിന്നെ സ്റ്റാൻസ 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇയാൾ ഡിസോസിയേറ്റഡ് ആവാൻ ശ്രമിക്കുവാണ്, അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഞാൻ പോകത്തില്ല എന്ന് പറയുവാണ്. ആൻഡ് ഹി ഓൾസോ ക്ലെയിംസ് മെച്യൂരിറ്റിയും ക്ലാരിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റും വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ ബോണ്ടേജിലങ്ങ് ആയി പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു ഷാർപ്പ് ക്രിറ്റിസിസമാണ് കേട്ടോ, അതായത് ലവിനെ ഒരു നോബിൾ പേഴ്സ്യൂട്ടായിട്ടാണ് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഐഡിയയെ. സ്റ്റാൻസ 3 സ്പീക്കർ എംബ്രേസ് ചെയ്യുന്ന സ്റ്റോയിക് ഫിലോസഫിയാണ്, അതായത് വിസ്റ്റത്തിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൈഡിനോ അല്ലെങ്കിൽ ഇമോഷണൽ സ്ലേവ് ആയിട്ടിരിക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ലവിൻ്റെ. അപ്പോൾ ഈ പോയത്തിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിനെ കാണാം. അതായത് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റീസണിനാണ്, അല്ലാതെ സെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ലവിൻ്റെ ആ ഒരു സൈഡിനല്ല ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റാൻസ 4 പറയുന്നത് ഫൈനൽ കപ്ലറ്റ് ആണ്. സ്റ്റാൻസ 4 അതായത് പോം എൻഡ് ചെയ്യുന്നത് ഒരു ഇതിലാണ്, ക്യൂപ്പിഡിനെ ഡിസീവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ചതിക്കുന്ന ആളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിസ്റ്റത്തിനെ നമ്മൾ എംബ്രേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ വിസ്റ്റം ആയിരിക്കണം നമ്മുടെ ഒരു പുതിയ ഗൈഡ് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു മെയിൻ ഫോക്കസ് എന്നാണ് തോമസ് വൈറ്റ് പറയുന്നത്. ഇതൊരു റിബല്യസ് ആയിട്ടുള്ള ഒരു പോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഇതൊരു അനാലിസിസ് പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കോർട്ട്ലി ലവിനെ അങ്ങ് ഇദ്ദേഹം സബ്വേർഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങ് മാറ്റി പറിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കൺവെൻഷണൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനേറ്റ് ആയിരിക്കണം, ഇങ്ങനെ ഇമോഷണലായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കണം, ഇമോഷണൽ സ്ലേവ്സ് ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടതെന്നൊക്കെ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. മെഡിവൽ ട്രഡീഷനിൽ ക്യൂപ്പിഡിൻ്റെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര നോബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ വയറ്റ് ഇതിനെ ഇൻവേർട്ട് ചെയ്യുവാണ്, അതായത് ലവിനെ ടിറനിക്കലായിട്ട് അല്ലെങ്കിൽ ക്യൂപ്പിഡിനെ ടൈറൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റിനസൻസ് ആറ്റിറ്റ്യൂഡിലുള്ളൊരു ഷിഫ്റ്റാണ് കാണിക്കുന്നത്. പേഴ്സണൽ ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസിന് അല്ലെങ്കിൽ റീസൺ റാഷണൽ തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇമോഷണൽ സൈഡിനല്ല. ആൻഡ് പൊളിറ്റിക്കൽ അലിഗറിയാണിത്. ചില ക്രിട്ടിക്സ് ഈ ഒരു പോയത്തിനെ അലിഗറി ഓഫ് ഹെൻറി ദി എയ്ത്തിൻ്റെ കോർട്ടിൽ സംഭവിച്ച അല്ലെങ്കിൽ ഹെൻറി ദി എയ്ത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ,
അതായത് ഹെൻറി ദി എയ്ത്തിൻ്റെ ആ ഒരു ലൈഫിൽ ക്യൂപ്പിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഹെൻറി ദി എയ്ത്തിനെ ക്യൂപ്പിഡായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. വളരെ ടൈറൻ്റ് ആണെന്നൊക്കെ പറയുന്നില്ലേ, ക്രൂവലാണെന്നൊക്കെ പറയുന്നില്ലേ, ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയുന്നില്ലേ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യൂപ്പിഡും ഹെൻറി ദി എയ്ത്തും തമ്മിലൊരു കമ്പാരിസൺ പോലെയും പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പെട്രാർക്കിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാണാം, പെട്രാർക്കിൻ സോണറ്റിൻ്റെ. അതായത് പെട്രാർക്ക് എന്ന് പറയുന്നത് ലവ്, പെയിൻ ഓഫ് ലവിനെ സ്പിരിച്വലി അപ്ലിഫ്റ്റിംഗ് ആയിട്ടാണ് പറയുന്നതെങ്കിലും തോമസ് വൈറ്റ് ഈ ലവിനെ അങ്ങനത്തുള്ള കാര്യത്തിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് കളയുക. അതായത് പിന്നെ എന്താ പറയുക, അതിലൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ അതായത് ലവ് എന്ന് പറഞ്ഞിട്ട് ഷുഡ് നോട്ട് ബി ഇമോഷണൽ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഹ്യൂമനിസ്റ്റ് ഫിലോസഫി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് സെൽഫ് കൺട്രോളും വിസ്ഡവും വേണം നമുക്ക് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ടോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡയറക്ട്ലി അഡ്രസ് ടു ക്യൂപ്പിഡാണ്. പിന്നെന്താണ്, ഒരു വല്ലാത്തൊരു റിജക്ഷൻ മോഡിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അൺഓർണമെൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് പെട്രാർക്കിൻ ആ ഒരു സ്റ്റൈലിൽ നിന്ന്. പിന്നെ പോം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ജേണിയാണ് കാണിക്കുന്നത്. അതായത് യൂത്ത്ഫുൾ പാഷനിൽ നിന്ന് മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മൾ എങ്ങനെ മാറും, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളൊരു 18 to 22 വരെയുള്ള 21 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമുക്ക് ലവ് എന്ന് പറഞ്ഞ വേറൊരു സൈഡാണ്. കുറച്ച് മെച്യൂരിറ്റി വെൻ യു ഹിറ്റ് 30s ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇമോഷണൽ സൈഡ് അങ്ങ് നമ്മൾ മറക്കും. ഇനി അത് തീംസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിനെ വൺസ് ഗ്ലോറിഫൈഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനെ ഡിസീറ്റ്ഫുൾ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. സ്പീക്കർ പാഷനെ റിജക്റ്റ് ചെയ്തിട്ട് വിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലവിനെ ടൈറണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യൂപ്പിഡിനെ ഒരു ക്രൂവൽ മാസ്റ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് എന്താ പറയുക, റെനസൻസ് ഹ്യൂമനിസത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് വിർച്യൂവിന് റീസണുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്, ആൻഡ് മോറൽ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്, അല്ലാതെ സെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ല. ഒരു ഇമോഷണൽ ബോണ്ടേജിൽ നിന്ന് ഇന്നർ ഫ്രീഡത്തിലോട്ട് എങ്ങനെ പോകുന്നു, അതൊക്കെയാണ് ഈ ഒരു ഐഡിയയ്ക്ക്, ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്.